Hello guys, welcome to my YouTube channel. ഇന്ന് നവരാത്രി 7th ഡേ, ദാറ്റ് ഈസ് മഹാസപ്തമി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഓഫീസും സ്കൂളെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ വൈകിട്ട് മോക്ക് ഇവിടെ ഇന്ന് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്. കണ്ട ഇയാൾക്കാണ് ഈ ഒട്ടും പറ്റണില്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചിരുത്തിയേക്കണേയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എൻ്റെ മോക്കും മമ്മിക്കും ഇന്ന് ഡാൻസ് പെർഫോമൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒന്ന് പെർഫോമൻസൊക്കെ എടുക്കാൻ വെച്ച സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് എന്തൊക്കെയാണ് ഉള്ളത് ഒന്ന് സ്റ്റോളിലൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ എന്തോ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ എന്തോ പുതിയത് കൂടി അവർ പുതിയ സ്റ്റോളും കൂടി വന്നിട്ടുണ്ട്. ബികാഷ് ബാബുവിൻ്റെ സ്റ്റോള് തലേന്ന് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെന്തോ വേറെ കുറേ പുതിയ ഫുഡുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. എൻ്റെ മോളുടെ ഡാൻസൊക്കെ തുടങ്ങി. ഇന്നത്തെ പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രവീന്ദ്രനാഥ് ടാഗോർ ഇല്ലേ, പുള്ളിക്കാരൻ്റെ പാട്ടും കവിതകളെയും ഒക്കെ ഉള്ള പെർഫോമൻസാണ്. അപ്പോൾ അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എവിടെ ബംഗാളി ആൾക്കാർ ഒരു പെർഫോമൻസ് എന്തെങ്കിലും നടത്തിയാലും പുള്ളീൻ്റെ പാട്ടിൻ്റെ ഇതിലാണ് എല്ലാം ചെയ്യുള്ളൂ. ഹോപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ ചെയ്തു. ഒരു കുഞ്ഞൊരു കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മമ്മിയുടെ ഒക്കെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എൻ്റെ മമ്മിയൊക്കെ കളിച്ചിട്ടുണ്ട്. നല്ല ആട്ടം. ഇതൊക്കെ നിങ്ങൾ വളരെ ചെറുപ്പം മുതൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒക്കെ കളിച്ച് പെർഫോം ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്ന് ഞങ്ങൾ ആരും മിസ് ചെയ്യില്ല. എല്ലാവരും ഡാൻസ് കളിക്കാൻ കയറും കേട്ടോ. അപ്പോൾ ഡാൻസും പരിപാടിയും എല്ലാം കഴിഞ്ഞ് പിള്ളേരങ്ങ് പിന്നെ സ്റ്റേജിൽ കയറി അങ്ങ് തകർക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾക്ക് ഡിന്നർ തന്നു. ഡിന്നർ ചോറ്, ഡാൽ, കോളിഫ്ലവർ കറി, പപ്പടം, ഉരുളക്കിഴങ്ങ് ഫ്രൈ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഹായ്, അപ്പോൾ ഇന്ന് മഹാസപ്തമി, അതായത് 7th ഡേ, നവരാത്രിയുടെ 7th ഡേ ആണ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര വികൃതി. ഇതുങ്ങളെ കൊണ്ടൊക്കെ പുറത്തേക്കാൻ ഭയങ്കര പാടാണ് എനിക്ക്. ഒരു സാധനം പറഞ്ഞാൽ കേക്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇൻട്രോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ലാസ്റ്റ് എൻഡിങ് ഒന്ന് കൺക്ലൂഷൻ ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് 7th ഡേ ആണ്. 7th ഡേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മളെ ബംഗാളി കസ്റ്റമിൽ ഈ വാഴയില്ലേ, വാഴ മൊത്തമായിട്ട് ഇങ്ങനെ ഫുള്ളി ആയിട്ട് എടുത്തിട്ട് കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ചെടുക്കും. എന്നിട്ട് അതിന് സാരി ഉടുപ്പിച്ച് അതായിരിക്കും ഗണപതിൻ്റെ വൈഫായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് അവിടെ നിർത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു കസ്റ്റം നടക്കുന്ന, പക്ഷെ ആ വീഡിയോ ഒന്നും ഇതിലേക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അതൊക്കെ രാവിലെ നടക്കുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് ഓഫീസ് ഉള്ളതുകൊണ്ട്, കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നാളെ മഹാ അഷ്ടമിയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്, സ്പെഷ്യലി മാരിഡ് വുമൻസിന്. അപ്പോൾ മാരിഡ് വുമൻസിന് അപ്പോൾ ആ വീഡിയോ അപ്പൊ അപ്പത്തേക്കും ബൈ. ഇനി നാളെ കാണാം.